ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനം. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായി 63-ാം സങ്കീർത്തനം 5-6 വാക്യങ്ങൾ. സങ്കീർത്തനം 63-ന്റെ 5-6 വാക്യങ്ങൾ. എൻ്റെ കിടക്കയിൽ നിന്നെ ഓർക്കുകയും ഞാൻ രാത്രിയാമങ്ങളിൽ നിന്നെ ധ്യാനിക്കുകയും ചെയ്യുമ്പോൾ എൻ്റെ പ്രാണന് മജ്ജയും മേധസ്സും കൊണ്ട് എന്ന പോലെ തൃപ്തി വരുന്നു. എൻ്റെ വായ് സന്തോഷമുള്ള അധരങ്ങളാൽ നിന്നെ സ്തുതിക്കുന്നു. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നോമ്പിൻ്റെ മറ്റൊരു ധ്യാനത്തിലേക്ക് ഏവർക്കും സ്വാഗതം. രാത്രി അധികമാരും പ്രവർത്തിക്കാൻ ഇഷ്ടപ്പെടാത്ത സമയമാണ്. ഇരുട്ടും അന്ധകാരവും രാത്രിയുടെ മുഖമുദ്രയാണ്. കള്ളന്മാർക്കും സാമൂഹിക വിരുദ്ധർക്കും പ്രിയങ്കരമായ സമയം. ഉറങ്ങാനായി മാത്രം രാത്രികളെ ഇഷ്ടപ്പെടുന്നവരുണ്ട്. ഒരു ദൈവ പൈതൽ ഇരുട്ടിൻ്റെ അനുഭവത്തിൽ കൂടെ പലപ്പോഴും കടന്നു പോകാൻ നിർബന്ധിതനാകാറുണ്ട്. പക്ഷെ അവന് രാത്രിയിൽ സ്തോത്ര ഗീതമുണ്ട്, രാത്രിയിൽ ദൈവിക ദർശനമുണ്ട്, രാത്രിയിൽ ധ്യാനമുണ്ട്. ശാന്തമായിരുന്ന് ആഹാരം ചവച്ചരച്ച് ഭക്ഷിക്കണമെന്നുള്ളത് ആരോഗ്യത്തിന് അത്യന്താപേക്ഷിതമാണ്. അതുപോലെ ദൈവവചനം ഭക്ഷിച്ചപ്പോഴാണ് സന്തോഷവും ആനന്ദവും കണ്ടെത്തിയതെന്ന് ഇരമ്യാ പ്രവാചകൻ പറയുന്നുണ്ട്. ഇരമ്യാവ് 15-ാം അധ്യായത്തിൽ ജീവനും ഭക്തിക്കും വേണ്ടുന്ന സർവവും വിശേഷ വാഗ്ദത്തങ്ങളാൽ വചനത്തിൽ നൽകപ്പെട്ടിരിക്കുന്നു. ആ വൈശിഷ്ട്യമേറിയ വാഗ്ദത്തങ്ങൾ നമ്മുടെ ജീവനും ഭക്തിക്കും ഉതകണമെങ്കിൽ, അഥവാ പ്രയോജനപ്പെടണമെന്നുണ്ടെങ്കിൽ വെറുതെ വായിച്ച് വിട്ടാൽ പോരാ, അവയെ ധ്യാനിക്കണം. ദൈവം യോശുവയോട് പറയുന്നത് താൻ പോകുന്നിടത്തെല്ലാം ശുഭമായും കൃതാർത്ഥനായും ഇരിക്കേണ്ടതിന് ദൈവവചനം രാവും പകലും ധ്യാനിക്കണമെന്നാണ്. കഷ്ടതയിൽ ആശ്വസിപ്പിക്കാനും സന്തോഷവേളയിൽ സ്തുതിക്കാനും നന്ദി കരേറ്റാനുമൊക്കെ ദൈവം നമ്മെ ഉദ്ബോധിപ്പിക്കുന്നു. ആലോചന വേണ്ടിയപ്പോൾ ആലോചന നൽകാനും, പരീക്ഷകളിൽ വിജയിക്കാനും, യുദ്ധത്തിൽ ബലം തരാനും, ഒഴുക്കിനെതിരെ നീന്തേണ്ടിയ സന്ദർഭങ്ങളെ അഭിമുഖീകരിക്കാനുമൊക്കെ തിരുവചനം നമുക്ക് ബുദ്ധി ഉപദേശിക്കുന്നു. തീരുമാനങ്ങൾ എടുക്കേണ്ടപ്പോഴും വചനം നമുക്ക് ദീപമാണ്. ഏത് പ്രായത്തിലുള്ളവർക്കും ഇത് ഹൃദ്യമാണ്. നല്ല ഇടയൻ വചനത്തിൻ്റെ വിശാലതയിലേക്ക് നയിക്കുമ്പോൾ നമ്മുടെ പ്രാപ്തി അറിഞ്ഞ് അതനുസരിച്ചാണ് നടത്തുന്നത്. തള്ളകളെ പതുക്കെയും കുഞ്ഞാടുകളെ ഭുജത്തിലെടുത്തും കൊണ്ട് കോലാടുകളെ കോൽ കൊണ്ട് മേയിച്ചുമാണ് ഒരു നല്ല ഇടയൻ പരിപാലിക്കുന്നത്. അതുപോലെ വിശ്വാസത്തിൽ ശൈശവമായ അവസ്ഥയിൽ ഉള്ളവരുണ്ട്. അവരെ കുഞ്ഞാടുകളെ പോലെ വാത്സല്യത്തോടുകൂടെ നയിക്കും. പക്വത വന്ന വിശ്വാസികളെ കോലാടുകളെ പോലെയും ബലഹീനരായ വൃദ്ധരെ അതിനനുസരണമായും പ്രത്യേക കരുതലോടെ ദൈവം തമ്പുരാൻ പരിപാലിക്കുന്നു. നോമ്പിൻ്റെ നാളുകൾ ധ്യാനത്തിൻ്റെ നാളുകളാണ് എന്നാണ് വയ്പ്. സങ്കീർത്തനക്കാരൻ പറയുന്നു, എൻ്റെ കിടക്കയിൽ നിന്നെ ഓർക്കും, രാത്രിയാമങ്ങളിൽ നിന്നെ ധ്യാനിക്കും. പ്രാണന് തൃപ്തി വരുന്നത് വചനം ധ്യാനിക്കുമ്പോഴാണ്. നിഷ്ക്രിയത്വത്തിൻ്റെ സമയമാണ് രാത്രികാലം. കിടക്കയിലായിരിക്കുമ്പോൾ പിന്നെ സമയം ഇഴഞ്ഞ് നീങ്ങിക്കൊണ്ടിരിക്കും. ഓർക്കാനും ചിന്തിക്കാനും ധ്യാനിക്കാനും ധാരാളം സമയമുണ്ട്. വചനം ധ്യാനിക്കാനുള്ള ഏകാന്തതയും ഏകാഗ്രതയും പ്രവർത്തന നിരതരായി ഓടി നടക്കുമ്പോൾ ലഭിക്കയില്ല. എൻ്റെ പ്രാണന തൃപ്തിയും വായിൽ സ്തുതിയും
അധരങ്ങളിൽ സന്തോഷത്തിൻ്റെ ബഹിസ്ഫുരണങ്ങളും സമൃദ്ധിയായിട്ടുള്ളത് തിരുവചനത്തെ ധ്യാനിക്കുമ്പോൾ മാത്രമാണ്. അതുകൊണ്ട് വേറിട്ട് ദൈവവചനം ധ്യാനിക്കാൻ നമ്മൾ ശ്രമിക്കുമ്പോൾ നമുക്ക് പുതിയ കാഴ്ചപ്പാട് ലഭിക്കുന്നു. 77-ാം സങ്കീർത്തനത്തിൽ പറയുന്നു, രാത്രിയിൽ ഞാൻ എൻ്റെ സംഗീതം ഓർക്കുന്നു, എൻ്റെ ഹൃദയം കൊണ്ട് ഞാൻ ധ്യാനിക്കുന്നു, എൻ്റെ ആത്മാവും ശോധന കഴിക്കുന്നു. ഞാൻ പണ്ടത്തെ നാളുകളെ ഓർക്കുന്നു, നിന്റെ സകല പ്രവൃത്തികളെയും ഞാൻ ധ്യാനിക്കുന്നു. പുതിയ ദിവസം അനുഗ്രഹത്തിൻ്റെ ദിവസമാകട്ടെ. ധ്യാനിപ്പാനും പ്രാർത്ഥിപ്പാനും നമുക്ക് ലഭിക്കുന്ന സമയങ്ങൾ വേർതിരിപ്പാൻ ദൈവം സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സങ്കേതവും കോട്ടയുമായ വാഴ്ത്തപ്പെട്ട കർത്താവേ, മനോഹരമായ പുതിയ പ്രഭാതത്തിനായി സ്തോത്രം ചെയ്യുന്നു. രാത്രിയിൽ ലഭിച്ച നിദ്രയ്ക്കായി സ്തോത്രം. അവിടുത്തെ സന്നിധിയിലേക്ക് അടിയങ്ങൾ ചേർന്നു വരുന്നു. നോമ്പിൻ്റെ നാളുകളിൽ കൂടുതൽ ധ്യാനിക്കുന്നതിനും പ്രാർത്ഥിക്കുന്നതിനും തിരുവചനം മനനം ചെയ്യുന്നതിനും ഞങ്ങളെ സഹായിക്കുന്നതോർത്ത് സ്തോത്രം. ഇന്നത്തെ പകൽക്കാല ജീവിതത്തിൽ പ്രഭാതം മുതൽ പ്രദോഷം വരെ അവിടുത്തെ കൃപ ഞങ്ങളോട് കൂടെ ഇരിക്കണമേ. ക്രൂശിനെ ധ്യാനിപ്പാൻ, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശിലൂടെ ഞങ്ങൾക്ക് ലഭിച്ച രക്ഷയെ ദിനംതോറും ധ്യാനിപ്പാനും ഞങ്ങളെ സഹായിക്കണമേ. ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന പ്രിയപ്പെട്ടവരെയും വിവാഹവാർഷികം ആഘോഷിക്കുന്നവരെയും ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. നന്മയുടെയും തൃപ്തിയുടെയും അനുഭവങ്ങളിലൂടെ വഴി നടത്തണമേ. യേശു മശിഹയുടെ നാമത്തിൽ അടിയങ്ങൾ പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. സകല ബുദ്ധിയെയും കവിയും ദൈവിക അനുഗ്രഹവും കൃപയും നാം ഏവരോടും കൂടെ ഇന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.